ശരിക്കും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത് ആരാണ്? വലിയൊരു ചോദ്യമാണ്. നമുക്ക് മഹാത്മാഗാന്ധിയാണ് നേടിത്തന്നു, ഗാന്ധി അപ്പൂപ്പൻ ബാപ്പുജി നേടിത്തന്നു എന്നാണ് നമുക്ക് പഠിപ്പിക്കുന്നത്. എന്നാൽ എന്താണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൻ്റെ യഥാർത്ഥ ചിത്രം? ബാജി റൌത്ത് ഉൾപ്പെടെയുള്ള, അതായത് 12 വയസ്സിൽ ബ്രിട്ടീഷുകാർക്ക് തോണിയിലൂടെ ബോട്ടിലൂടെ സ്വാതന്ത്ര്യ സമര സേനാനികളെ പിടിക്കാൻ ബോട്ട് ഓടിച്ചു കൊടുത്തില്ല എന്നുള്ള കാരണത്താൽ തോക്ക് കൊണ്ട് തോക്കിൻ്റെ ആ പാത്തി കൊണ്ട് അടിച്ച് തലയ്ക്കടിച്ചും ഒക്കെ കൊന്ന ബാജി റൌത്ത് ഉൾപ്പെടെയുള്ള 18 വയസ്സിൽ മരിച്ചുപോയ അല്ലെങ്കിൽ രക്തസാക്ഷിയായ ഖുദിരാം ബോസ് ഉൾപ്പെടെ ഭഗത് സിംഗ് ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകൾ നേടിത്തന്നതാണ് ഈ സ്വാതന്ത്ര്യം. എന്നാൽ അതൊന്നും നമ്മുടെ പുസ്തകങ്ങളിലൊന്നും പഠിപ്പിക്കുന്നില്ല. ഞാനൊരു വളരെ വ്യത്യസ്തമായ മറ്റൊരു കഥ പറയാനാണ് ഇവിടെ ആഗ്രഹിക്കുന്നത്. ശരിക്കും നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത് 2 or 3 വ്യക്തികളാണെന്നാണ് നാം പഠിക്കുന്നതും. എന്നാൽ ഇസ്ലാമിക ഭരണകാലത്തെ അതിൻ്റെ ഒരു ക്രൂരതയിൽ നിന്നൊക്കെ അപ്പം ഞാൻ ഇസ്ലാം വിരുദ്ധമായിട്ടല്ല ഈ വീഡിയോ ചെയ്യുന്നത്. ചരിത്രത്തിൽ കിടക്കുന്ന ഒരു സംവിധാനത്തെക്കുറിച്ച് പറയുന്നു. ഇസ്ലാം മതത്തിൻ്റെ ചില ഭരണാധികാരികളുടെയെങ്കിലും, എല്ലാവരും അങ്ങനെ ആയിരുന്നില്ല, ചില ഭരണാധികാരികളിൽ ക്രൂരതയിൽ നിന്ന്, പീഡനങ്ങൾക്ക് ഭാരതീയരെ ആ ഭയത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഗുരുനാനാക്ക് സിഖ് മതം സ്ഥാപിച്ചത്. ഈ സിഖ് മതത്തിൻ്റെ വരവ് എന്ന് പറയുന്ന അങ്ങനെയാണ്. ഹിന്ദു മതക്കാരെ വല്ലാതെ ഉപദ്രവിക്കുമ്പോഴാണ് സിഖ് മതം ഇങ്ങനെ ഉണ്ടാക്കി അതിനെ പ്രതിരോധിച്ചത്. അദ്ദേഹം ജനങ്ങൾ ആത്മവിശ്വാസം, ഭക്തിയും ദേശീയബോധവും വളർത്തുകയാണ് ചെയ്തത്. അവിടെ സായുധ സമരമൊന്നും കൊണ്ടുവന്നില്ല. തുടർന്ന് വന്ന ഗുരുക്കന്മാരും ഇതൊക്കെ തന്നെ ആവർത്തിച്ചു പോയി. പക്ഷേ ഇസ്ലാമിക ചക്രവർത്തിമാരും സുൽത്താൻമാരും കൂട്ട മതമാറ്റവും കൂട്ട ബലാത്സംഗവും അങ്ങനെ ഒരുപാട് ക്ഷേത്രങ്ങൾ ഇടിച്ചു നിർത്തുന്നതും ഒക്കെ ആയപ്പോൾ ഇവർ സമ്പത്ത് കൊള്ളയടിച്ചുകൊണ്ട് പോവുക, അങ്ങനെ കുറേ കാര്യങ്ങൾ ചില വിരോധികളായ അല്ലെങ്കിൽ രാജ്യവിരുദ്ധരായ മുസ്ലിം ഭരണാധികാരികൾ ചെയ്തു. അത് തീരെ താങ്ങാൻ വയ്യാതപ്പോൾ 5ാമത്തെ ഗുരുവായ ഗുരു അർജൻ ദേവ്, ഞാൻ ഈ പറയുന്ന പേരുകൾ ശ്രദ്ധിക്കണം, ഗുരു അർജൻ ദേവ് ആയുധമെടുക്കാൻ തയ്യാറായി. അദ്ദേഹം യുദ്ധം ചെയ്തു. രക്തസാക്ഷിയായ 10 സിഖ് ഗുരുക്കന്മാരിലെ ആദ്യത്തെ രക്തസാക്ഷി. അങ്ങനെ ഈ അർജുൻ ദേവ് ഉൾപ്പെടെ 10ഓളം രക്തസാക്ഷികൾ സിഖ് മതത്തിനുണ്ടായി. പിന്നീട് പല ഗുരുക്കന്മാരും സായുധ പോരാട്ടം തന്നെയാണ് നടത്തി വന്നത്. എന്നാൽ 9ാമത്തെ ഗുരുവായ ഗുരു തേജ് ബഹാദൂർ, വളരെ പ്രധാനപ്പെട്ട പേരാണ് ഗുരു തേജ് ബഹാദൂർ, വളരെ വലിയ ആത്മീയ ബോധമുള്ള. അതുകൊണ്ട് അദ്ദേഹം ഭാരതം മുഴുവൻ സഞ്ചരിച്ച് ഭാരതത്തിൽ മുഴുവൻ വന്നു പീഡനം അനുഭവിക്കുന്ന ഹിന്ദുക്കളെ സമാധാനിപ്പിക്കുകയും അവരിൽ ദേശീയബോധവും ഹിന്ദുത്വ അഭിമാനവും സ്വാഭിമാനവും ഒക്കെ വളർത്തി വയ്ക്കുകയും തങ്ങളുടെ ക്രൂരമായ മതപീഡനങ്ങളെ അതിജീവിക്കുന്നത് എങ്ങനെയെന്ന് ജനങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തു. ഇത് കണ്ടപ്പോഴാണ് ഔറംഗസീൽ ഗുരു തേജസ് അറസ്റ്റ് ചെയ്തു. മറ്റ് 3 ശിഷ്യന്മാരെയും ഒപ്പം അറസ്റ്റ് ചെയ്ത് ചക്രവർത്തിയുടെ മുമ്പിൽ ഹാജരാക്കപ്പെട്ട തേജ് ബഹാദൂറിനോട് മതം മാറണമെങ്കിൽ വെറുതെ വിടാമെന്ന് പറഞ്ഞു. സ്വധർമ്മം അനുസരിച്ച് ജീവിക്കുന്നതാണ് മാന്യതെന്ന് അദ്ദേഹം, സാധ്യമാകുന്നില്ലെങ്കിൽ മരണമാണ് ഭേദമെന്നും അദ്ദേഹം മറുപടി നൽകി. ചില അത്ഭുതങ്ങൾ കാണിക്കാമെങ്കിൽ വെറുതെ വിടാമെന്ന് പറഞ്ഞു. എന്നാൽ അത്ഭുതം കാണിക്കാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ, എന്നെ വെറുതെ വിട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് ഒരു തരത്തിലും വഴങ്ങുന്നില്ല എന്ന് കണ്ട ഔറംഗസീബ് എന്ന ഭരണാധികാരി മുഗള ഭരണത്തിലെ ഏറ്റവും ക്രൂരനായ മനുഷ്യൻ കൂടെയുള്ള 3 ശിഷ്യന്മാരെ ഗുരുവിൻ്റെ മുമ്പിൽ വെച്ച് വധിക്കാൻ കൽപ്പിച്ചു. അപ്പോൾ ഗുരുവിനെ വധിക്കുന്നില്ല, 3 ശിഷ്യന്മാരെ വധിച്ചു. അങ്ങനെ ഒരാളെ ശരീരം മുഴുവൻ പന്തം ചുറ്റി എണ്ണയൊഴിച്ച് കത്തിച്ച് കൊന്നുകളഞ്ഞു. ഇതൊക്കെ ചരിത്രത്തിൽ കിടക്കുകയാണ്. എന്തിനാണ് ഈ ചരിത്രം ഞാൻ പറയുന്നത് വെച്ചാൽ, ബാക്കി ഞാൻ അങ്ങോട്ട് പറയാം. മറ്റൊരാളെ നിവർത്തി നിർത്തി കൈകൾ കുരിശ് പോലെയുള്ള മരത്തടിയിൽ വച്ചുകെട്ടി തല മുതൽ പാദം വരെ ഈർച്ചവാളിന് അറുത്തു കൊന്നു. ഇതൊക്കെ സ്വാതന്ത്ര്യ സമരത്തിൽ നടന്നതാണ്. 3ാമത്തെ ആളെ വലിയ പാത്രത്തിൽ വെള്ളം തിളപ്പിച്ച് അതിൽ മുക്കി ഇഞ്ചിഞ്ചായി കൊന്നു. ഇതെല്ലാം നിസ്സംഗതയോടെ നോക്കി നിന്ന് ഗുരുവിനോട് എന്ത് തോന്നുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ഗുരുവിൽ മനമാറ്റമുണ്ടാക്കാനാണ്. ഇതാണ് ഈശ്വര നിശ്ചയമെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് ഗുരു തേജൂർ പറയുകയുണ്ടായി. അദ്ദേഹത്തെ പരസ്യമായി ഗളച്ഛേദം ചെയ്യാൻ കൽപ്പിച്ചു. ആയിരക്കണക്കിന് ആൾക്കാരുടെ മുമ്പിൽ വെച്ച് ആ ഇസ്ലാമിക ചക്രവർത്തി ഔറംഗസീബ് 9ാമത്തെ ഗുരുവിനെ വാളിനിരയാക്കി. തുടർന്ന് വന്ന 10ാമത്തെയും അവസാനത്തെയും ഗുരുവായ ഗുരു ഗോവിന്ദ സിംഗൻ പോരാട്ടം തുടർന്നു. എന്തൊരു ക്രൂരമായ കഥയാണ് സ്വാതന്ത്ര്യ സമരത്തിൽ നടന്നതെന്ന് നമ്മളറിയാം. ഗുരു ഗോവിന്ദ സിംഗൻ രാജ്യത്തെ വിവിധ പ്രദേശത്ത് വിവിധ വിഭാഗങ്ങളുടെ ഹിന്ദു സമൂഹങ്ങളെ വിളിച്ചു വരുത്തി രാജ്യരക്ഷയ്ക്ക് ജീവൻ ബലിയർപ്പിക്കാൻ തയ്യാറിൽ മുന്നോട്ട് വരണമെന്ന് ആഹ്വാനം ചെയ്തു. ആദ്യം ഓരോരുത്തരായി വന്നു. 5 പേർ വന്നു. അവരെയാണ് പഞ്ചപാര്യ എന്ന് പിന്നീട് സിഖ് ചരിത്രത്തിൽ പറഞ്ഞു പോരുന്നത്. ആരാണ് ഈ പഞ്ചപാര്യ? അവരെ തുടർന്ന് അവിടെ കൂടിയ മുഴുവൻ പേരും സ്വയം ബലിയർപ്പിക്കാൻ തയ്യാറായപ്പോൾ അവർക്ക് കൊടുത്ത വ്രതധാരണമാണ് കൃപാണം. ഇതൊക്കെ ചരിത്രത്തിലുണ്ടെന്ന്. കച്ച, കങ്ക, കേശം, കരവള എന്ന 5 വസ്തുക്കൾ അവർക്ക് കൊടുത്തു. അതിനെയാണ് പഞ്ചകകാരം എന്ന് പറയുന്നത്. തുടർന്ന് ഉജ്ജ്വലമായ പോരാട്ടം നടത്തിയ യുദ്ധത്തിൽ ഗുരു ഗോവിന്ദ സിംഗിൻ്റെ മൂത്ത 2 മക്കളും ബലിയർപ്പിക്കപ്പെട്ടു.
പിന്നീട് അദ്ദേഹത്തിൻ്റെ അമ്മയെയും ഇളയ 2 കുഞ്ഞുങ്ങളെയും പിടിച്ചുകൊണ്ടുപോയി. ആ കുട്ടികളെയും മതം മാറാൻ ഔറംഗസീബ് ആവശ്യപ്പെട്ടു. 6ഉം 10ഉം വയസ്സുള്ള കുട്ടികൾ ചോദിച്ചത് ഞങ്ങളുടെ മുത്തച്ഛനെ അറിയില്ലേ എന്നായിരുന്നു. മതം മാറാൻ ആവശ്യപ്പെട്ടിട്ടും അതിന് തയ്യാറാകാത്ത ബലിയർപ്പിക്കപ്പെട്ട ഗുരുജിയത് ബഹാദൂറിൻ്റെ കൊച്ചുമക്കളാണ് ഞങ്ങളെന്നവർ സധൈര്യം പറഞ്ഞു. അതിനെ തുടർന്ന് അവരെ കല്ലറ കെട്ടി ശ്വാസം മുട്ടി കൊല്ലാൻ മുഗള ചക്രവർത്തി ആജ്ഞാപിച്ചു. ഇതെല്ലാം ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇങ്ങനെ കിടക്കുകയാണ്. ആ കുട്ടികൾ രണ്ടും ഫക്തേ സിംഗ് എന്നും ജരാവർ സിംഗ് എന്നും പറയുന്ന അവരുടെ ബലിദാനത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് വീര ബാല ദിവസം ആചരിക്കാൻ ഭാരത സർക്കാർ ആഹ്വാനം ചെയ്തത്. എന്നിട്ടും യുദ്ധം തുടർന്ന ഗുരുദേവന്ത് സിംഗിന് വിജയിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിന് സിഖ് മതത്തിൻ്റെ ആചാര്യന് കഴിഞ്ഞില്ല. സിഖ് മത പണ്ഡിതന്മാർ നിർബന്ധപൂർവ്വ കൽപ്പന അനുസരിച്ച് അദ്ദേഹത്തിന് മഹാരാഷ്ട്രയ്ക്ക് പോകേണ്ടി വന്നു. അവിടെ വെച്ച് അദ്ദേഹം കൊല്ലപ്പെടുകയും അതിനു മുമ്പ് മറ്റൊരാൾ ബന്ദ ബൈരാഗി എന്നയാൾ ഗുരു ഗോവിന്ദ സിംഗിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ച് യുദ്ധ നേതൃത്വം ഏറ്റെടുക്കാൻ പഞ്ചാബിൽ എത്തി. ആ പോരാട്ടത്തിൽ അദ്ദേഹം പിടിക്കപ്പെട്ടു. ചങ്ങലയിട്ട് പിടിച്ചു നിർത്തി 4 വയസ്സുള്ള അദ്ദേഹത്തിൻ്റെ കുട്ടിയെ വെട്ടിയരിഞ്ഞ് തുണ്ടമാക്കി ആ മാംസകഷ്ണം അദ്ദേഹത്തിൻ്റെ വായിൽ കുത്തിക്കയറ്റി ഈ അന്നത്തെ ഭരണാധികാരികൾ. അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷി മണ്ഡപവും സ്മാരകവും ഇന്നും ഡൽഹിയിലുണ്ട്. ഈ സിഖ് ഗുരു പരമ്പരയുടെ മാത്രം നേതൃത്വത്തിൽ എത്രയോ ലക്ഷം ആളുകളാണ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തത്. ഈ നാടിൻ്റെ സ്വാതന്ത്ര്യം നേടിത്തരുന്നതിന് സിഖ് സമുദായം, ഇന്ന് കാണപ്പെടുന്ന സിഖ് സമുദായം ചെയ്തിട്ടുള്ള ഈ കാര്യം നമ്മൾ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ പഠിക്കണോ പഠിക്കണ്ടേ എന്നുള്ളത് വലിയ ചരിത്രമാണ്. അപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഈ അധ്യായങ്ങൾ കുട്ടികൾ പഠിക്കണോ വേണ്ടേ എന്ന് കൂടി നമ്മൾ തീരുമാനിക്കണം. പഠിക്കണമെന്ന് എനിക്ക് അഭിപ്രായമില്ല. പണ്ട് സ്വാതന്ത്ര്യ സമര കാലത്ത് നടന്നൊരു വിഷയത്തെ മുസ്ലിം വിരുദ്ധമായി കുട്ടികൾ പഠിച്ചെടുക്കണമെന്ന താല്പര്യമില്ല. ഹിന്ദു വിരുദ്ധമായി ഹിന്ദുക്കളെ പ്രൊവോക്ക് ചെയ്യണമെന്ന് അങ്ങനെ യാതൊരു താല്പര്യമില്ല. പക്ഷെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ ഇത്തരം അധ്യായങ്ങളും അതിനകത്തുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനം. സിഖ് മതം രൂപപ്പെടുന്നത് തന്നെ എങ്ങനെയാണ് സിഖ് മതം രൂപപ്പെടുന്നത്, അതിനകത്ത് വന്നിട്ടുള്ള ആളുകൾ എന്തുമാത്രം ത്യാഗം സഹിച്ചിട്ടുണ്ട് എന്ന് കുട്ടികൾ പഠിക്കണ്ടേ. അതുപോലെ ഇന്ത്യയിലെ വിദേശികളായിട്ട് ആര് വന്നിട്ടുണ്ടെങ്കിലും അവരെ ചേർത്ത് തോൽപ്പിച്ച മാർത്താണ്ഡ വർമ്മയെയും വേലുത്തമ്പി ദളവയെയും ഒക്കെ കുട്ടികൾ പഠിക്കണ്ടേ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് ഗാന്ധിജിയുടെ പേരിൽ നടക്കുന്ന ഈ വിവാദങ്ങൾക്കപ്പുറം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ യഥാർത്ഥ ചിത്രങ്ങൾ നമ്മുടെ കുട്ടികൾ പഠിക്കണോ വേണ്ടേ ചരിത്രത്തിൽ എന്നുള്ളൊരു ചോദ്യം വളരെ കൃത്യമായി നിൽപ്പുണ്ട്. വേണമെങ്കിൽ വേണം, വേണ്ടെങ്കിൽ വേണ്ട. എനിക്ക് അതിനകത്ത് വേറെ വ്യത്യസ്ത അഭിപ്രായമുള്ള ആളല്ല. ഞാൻ ഈ ഒരു വിഷയം, ഒരു കാര്യകാരണ സഹിതം ഒരു വിഷയം സമൂഹത്തിൽ അവതരിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ നമുക്ക് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഗൗരവതരമായി നാം ചിന്തിക്കേണ്ട കാലമായി.